ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ് സാധനങ്ങളിൽ കുറേയൊക്കെ നമുക്ക് കുറച്ച് ഉപയോഗം ഇല്ലാണ്ടൊക്കെ ആകുമ്പോഴത്തേനും വേസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്കത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ ഫ്രിഡ്ജാണെങ്കിൽ, നമ്മുടെ വാഷിംഗ് മെഷീൻ, നമ്മുടെ ഫേർണിച്ചേഴ്സ്, അതുപോലെ നമ്മുടെ ആക്രി സാധനങ്ങളിലെ സ്ക്രേപ്പ് സാധനങ്ങൾ, അപ്പം അങ്ങനെയൊക്കെ വരുന്ന സൈക്കിൾസ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഇതിൽ വരുമ്പോഴത്തേനും നമുക്കത് ഡിസ്പോസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കുറേ പേർക്കുള്ള സംശയമാണ്. അപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഒടിഞ്ഞ കസേര, മേശ, ഇതിനെയൊക്കെ എവിടെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്? ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം ഞാൻ അതിനായിട്ടുള്ളൊരു സൊല്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പം കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിസ്പോസൽ ചെയ്യേണ്ടി വരുമല്ലോ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ, ലൈക്ക് ഇപ്പോൾ വുഡും അങ്ങനെ കുറച്ച് ആക്രി പീക്രി സാധനങ്ങൾ. അപ്പം നമ്മളത് എവിടെ ഡിസ്പോസ് ചെയ്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ നമുക്കിവിടെ കളയാനുണ്ട്. സോ നമ്മളിതെല്ലാം കൂടെ വണ്ടിക്കകത്ത് കയറ്റുകയാണ്. വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അപ്പം നമ്മളിതെല്ലാം കൂടെ കാറിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഡംപ് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാമേ. ഒരു വണ്ടി സാധനങ്ങളുമായി നമ്മൾ യാത്ര തിരിക്കുകയാണ്. റേപ്പ് സാധനങ്ങളുമായി നമ്മൾ യാത്ര തിരിക്കുകയാണ്. ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ എത്തിയേക്കുവാണ്. ഈ സ്ഥലത്താണ് നമ്മൾ ഈ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുപോയി കളയാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ എല്ലാ ആൾക്കാരും അവരുടെ വീട്ടിലെ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അമ്മുമ്മയൊന്നും അപ്പൂപ്പനൊന്നും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവരവരുടെ വീട്ടിലെ സാധനങ്ങൾ, മോശമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അമ്മുമ്മ ഒരു സാധനമായിട്ട് പോണു. അപ്പം ഇതിനെല്ലാം വിവിധ തരത്തിലുള്ള സ്ഥലങ്ങളാണ് അവിടെയുള്ള. ഓരോരോ ബോക്സുകൾ പോലത്തെ വണ്ടികളുണ്ട്. അതിനകത്താണ് കൊണ്ടിടാനുള്ളത്. വലിയ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം പേപ്പർ ആണെങ്കിൽ പേപ്പറിൻ്റെ വേസ്റ്റിന് ഇടാനായിട്ട് പേപ്പറിൻ്റെ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. അതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ പോലത്തെ സാധനങ്ങൾ ഇടാനായിട്ട് അതിൻ്റെ സ്ഥലമുണ്ട്. ഇലക്ട്രിക്കലായിട്ടുള്ള സാധനങ്ങൾ ഇടാനായിട്ട് അതിൻ്റെ സ്ഥലം. അങ്ങനെ വുഡിൻ്റെ ആണെങ്കിൽ വുഡിൻ്റെ ഇടുന്നത്, കാർഡ്ബോർഡിൻ്റെ ആണെങ്കിൽ കാർഡ്ബോർഡ്, എല്ലാ സാധനങ്ങളും നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് കളയാനായിട്ടുള്ള വലിയ ഇത് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് പോയി കയറി പോവുക, അവിടേക്ക് നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക, തിരിച്ച് കയറി പോരുക. നമുക്കതിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടല്ല പോകുന്നത്. ഡയറക്റ്റ് ചെന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ചിലതിനകത്ത് നമ്മളൊന്നും ഇടാൻ പാടില്ലാന്ന് എഴുതിയിട്ടുണ്ട്. സ്മോൾ അപ്ലയൻസസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്മോൾ അപ്ലയൻസസ് ഇടുക. കിച്ചൺ ബിൻ വേസ്റ്റ് എന്ന് പറയുന്നിടത്ത് കിച്ചണിൻ്റെ ബിൻ വേസ്റ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ചില സ്കിപ്പുകൾ ഉപയോഗിക്കാൻ പാടത്തില്ല. അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൾക്കി വേസ്റ്റ് അങ്ങനെ ഉള്ളതിൽ ബൾക്കി വേസ്റ്റ് തന്നെ ഇടണം. അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ അകത്ത് വുഡ് ഫർണിച്ചർ, മെറ്റൽ റീസൈക്ലിങ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. എല്ലാം കൂടെ കൊണ്ടുപോയി ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇടാൻ പാടില്ല. അപ്പം നമ്മൾ ഓരോന്നിനും അലോക്കേറ്റ് ചെയ്തേക്കുന്ന ആ ബിന്നുകളിൽ മാത്രമാണ് കൊണ്ടുപോയിടേണ്ടത്. ഇപ്പം നമുക്കിവിടെ ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർ ഉപയോഗിക്കുന്ന സിമ്മറും സാധനങ്ങളും ഇടുന്നതാണിത്. അപ്പം അതിനകത്ത് അത് കൊണ്ടുപോയിടുക. അപ്പം നമുക്ക് കുറേ അപ്ലയൻസസ് ഒക്കെ ആൾക്കാർ കളയാൻ കൊണ്ടിട്ടേക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ നമ്മൾ കൊണ്ടു വയ്ക്കുന്ന സാധനങ്ങളെല്ലാം ഈ ഓരോ ബിന്നിൻ്റെ അകത്ത് നിക്ഷേപിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമോ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമില്ല, അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വരെ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഗാർഡൻ വേസ്റ്റുകൾ ഇടാൻ പറ്റും. എല്ലാ രീതിയിലുമുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റ് സാധനങ്ങൾ എല്ലാം നമുക്ക് കൊണ്ടുപോയി ഇടാൻ പറ്റും. HRC ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് സെൻറ്റേഴ്സ് കേംബ്രിഡ്ജ് ഏറ്റവും, അതായത് ഞങ്ങൾ കേംബ്രിഡ്ജ് സെൻറ്ററിലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും അടുത്തായിട്ടുള്ളത് ട്രിപ്ലോയിലാണ്. ട്രിപ്ലോ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പം ട്രിപ്ലോയിൽ കൊണ്ട് കൊടുക്കുകയാണ്. ട്രിപ്ലോയിൽ പോയിട്ട് നമ്മളെ HRC ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് സെൻറ്റർ എല്ലാവർക്കും നമുക്ക് ആ ഒരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് നേരെ പോയിട്ട് അവിടെ കൊണ്ട് ഡിസ്കാർഡ് ചെയ്യാം. വണ്ടിയിൽ പോവുക, വണ്ടിയിലുള്ള സാധനങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക, തിരിച്ചു വരിക. അത്രേ ഉള്ളൂ. ഈസി പീസി ലെമൺ സ്ക്വീസി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. സീ യു അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.